പൊയ്ക്കോളി. വീഡിയോ കാണേണ്ട വിശ്വാസമില്ലാത്തവർ ഒരാളും ഈ വീഡിയോ കാണരുത്. എനിക്ക് അത്രക്കും വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. തെറ്റ് ചെയ്യണവനക്കും ഒരു അനുഭവം ഉണ്ടാവും. ഞാൻ തെറ്റ് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ രാവിലെയാണ് എടുക്കണത് കേട്ടോ. എന്താ വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. എന്താ വെച്ചാൽ പൊന്നും മോൾട്ടിയും കൂടി ഇന്ന് നല്ലൊരു പണി ഒപ്പിച്ച് സ്കൂൾ വണ്ടി വരുന്ന നേരത്തെ രണ്ടാളും കൂടി ഐഡിയ എടുത്ത് കാണും മുങ്ങിയിട്ട് കള്ളത്തരം കാട്ടിയിട്ട് ഒരു രണ്ടാളും ഒത്തുകാണ് നിന്ന്. അപ്പോൾ രണ്ടാളും കൂടി എന്ത് ചെയ്ത് ഞാനും ഇളച്ചിയും കൂടി കതച്ചിങ്ങനെ പോയി വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇളച്ചിയും കൂടി എന്ത് ചെയ്ത് കൊണ്ടാക്കി കൊടുത്ത് പാറപ്പുറത്തേറ്റം കൊണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ പറയണ കേട്ടുകാണ് ഞാൻ ബീവിയാണ്, ഞാൻ തങ്ങളാണെന്നൊന്നും പറയണ്ട. എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോരോ അനുഭവങ്ങളുണ്ടാവും. ഓരോ മനുഷ്യനും ഇനിയിപ്പോൾ ഓരോ നമ്മളെ പൂർവികന്മാർ പറഞ്ഞ ഓരോ അനുഭവങ്ങൾ ചിലപ്പം വലുത് കേട്ടതാവാം, അങ്ങനെയൊക്കെ അതിൽ നിന്ന് കിട്ടിയതാവാം, അങ്ങനെയൊക്കെ ഓരോരോ അനുഭവങ്ങളുണ്ടാവും. എനിക്ക് സംഭവിച്ചൊരു അനുഭവം ഞങ്ങളോട് പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. വേറെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഓരോരുത്തർ പറയും വേറെ ഓരോ സംഭവം പറഞ്ഞാൽ അതിനെന്തേലും വഴി ഉണ്ട് താത്ത വെച്ചു. പക്ഷേ എനിക്കൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിതാ പറഞ്ഞില്ല, ഞാനിങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഓരോ ചാനലിലും ഇതിലൊക്കെ പോയി നോക്കും, എന്തെങ്കിലും പരിഹാരത്തിന് അതൊക്കെ ചെയ്ത് നോക്കും. അങ്ങനെ അല്ലെങ്കിൽ ബയല് കേൾക്കുമ്പോൾ അതിൽ ഓരോന്ന് പറയുമല്ലോ, അത് ചെയ്ത് നോക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടണം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന നേരത്തെ നമുക്ക് അങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ വലിയ തൂണായി മാറും. അതേപോലെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് നൗഷാദ് ബാക്കവിൻ്റെ ആണോ സിംസാറിലക്കുദവിൻ്റെ ആണോ അറിയില്ല, രണ്ടിലൊരാൾ പ്രഭാഷണം അങ്ങനെ കേട്ടപ്പോൾ അതിൽ പറഞ്ഞതാണ്. ഏതോ രണ്ട് ഉസ്താദന്മാരെ ആരോ ആണ് പറഞ്ഞതാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മളെ ഇതുണ്ടല്ലോ ഖുർആൻ്റെ ഏട് അതുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അതുക്കാർ എന്താ ചെയ്യുക, ഈ അതുക്കാറിലുണ്ട് വിർദുൽ ലത്തീഫ് പറഞ്ഞാണ്ട് ഈ കണ്ടില്ല, ഈ വിർദുൽ ലത്തീഫ് പറഞ്ഞ സംഭവം. അതിൻ്റെ ഇതാണ് വാങ്ങേണ്ടത് കേട്ടോ. ഈ അതുക്കാറാണ് വാങ്ങേണ്ടത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇല്ലാത്തോല് ഈ സാധനം വാങ്ങിക്കുക. ഈ അതുക്കാർ നിങ്ങൾ വാങ്ങുക. ഇല്ലാത്തോല്, ഉള്ളോല് ഉപയോഗിച്ചോളി. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവും, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അതുക്കാർ. ആ അതുക്കാർ വാങ്ങിയിട്ട് എന്താ ചെയ്യുക, ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്ന പോലെ അതിലുണ്ടാവും കുറച്ച് പേജ് മറിച്ചതിന് ശേഷം വിർദുൽ ലത്തീഫ് പറഞ്ഞൊരു അധ്യായം, എന്താ പറയുക, നമ്മൾ കിട്ടണില്ല, അദ്ദാദ് സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞ മൈക്ക് ഒരിതാണ്. അതേപോലെ അതെടുത്തിട്ട് അതിൽ പറഞ്ഞതേപോലെ കറക്റ്റായിട്ട് നമ്മളെ മഗ്‌രിബിൻ്റെ ശേഷം സുബഹിൻ്റെ ശേഷം സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരുപാട് പ്രശ്നങ്ങൾക്ക് അതിൽ പരിഹാരമുണ്ട്. നമുക്ക് ചില ദിവസം ഉണ്ടാവില്ല, നമുക്ക് ശരീരവേദന, ഒരു സുഖമില്ലായ, നമുക്കൊരു ഒന്നിനൊരു മൂടില്ല, മനസ്സിന് ടെൻഷനാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷന്, എന്താ പറയുക, നമ്മളെ മനസ്സിക്ക് ഒന്നിട്ട് അറിയില്ല, അങ്ങനെ ഒരുപാട് ഇതുണ്ടാവുമല്ലോ. അപ്പം ഇതിങ്ങനെ ചൊല്ലണ ദിവസങ്ങളിൽ, സ്ഥിരമായിട്ട് ചൊല്ലണ ദിവസങ്ങളിൽ നമുക്കറിയില്ല എന്തെല്ലോ ചെയ്യാനൊരു ഉഷാറാണ്, നമുക്ക് ഭയങ്കര എനർജി വരും, നമുക്ക് ഭയങ്കര എന്താ പറയുക. അപ്പോൾ ഓരോരുത്തർ പറയും, വിശ്വാസമില്ലാത്തവർ പറയും എന്നാൽ പിന്നെ ഫുഡ് കഴിക്കണ്ടല്ലോ, എനർജി കഴിയുമ്പോൾ കിട്ടുമല്ലോ, അങ്ങനെ ഓരോ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിത് കാണണ്ട കേട്ടോ, അവർ കാണണ്ട. ഞാൻ ഇതാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി. വീഡിയോ കാണണ്ട വിശ്വാസമില്ലാത്തവർ ഒരാളും ഈ വീഡിയോ കാണരുത്. എനിക്ക് അത്രക്കും വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടാണ് ഞങ്ങളോട് പറയണത്. വിശ്വാസമില്ലാത്ത ഒരു കുട്ടിയും വീഡിയോ കാണരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ സുബഹിൻ്റെ ശേഷം മഗ്‌രിബിൻ്റെ ശേഷം സ്ഥിരമായിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യുക. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവും, പുലർച്ചെ എണീറ്റ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ, അവർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ പറ്റുന്ന ടൈമിൽ മഗ്‌രിബിൻ്റെ ശേഷം ചെയ്താലും മതി. അപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ബ്രാക്കറ്റിലുള്ളത് വൈകുന്നേരമാണ് കൂട്ടി ചൊല്ലാനുള്ളത്, ബ്രാക്കറ്റ് ഇല്ലാത്ത രാവിലെയും ചൊല്ലണം. അതിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഒരു മലയാളത്തിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്, ഇത് ചെയ്താൽ എന്താണ് ഗുണങ്ങൾ എന്നുള്ളതൊക്കെ മലയാളത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക. അത് വായിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി. കടം വീടാൻ, നമ്മളെ അലസത മാറാൻ, നമ്മളെ മനസ്സിൽ ടെൻഷൻ മാറാൻ, പല പല സംഭവങ്ങൾക്കുള്ള ഒരു വഴിയാണത്. അപ്പോൾ എല്ലാവർക്കും പലതും പറഞ്ഞു തരാണ്ടാവും, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, ഒക്കെ ശരിയാണ്, ഒക്കെ ചെയ്യണം നമ്മൾ. പക്ഷേ ഇത് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫലം ഞാൻ പറഞ്ഞതാട്ടാ.
ഇതിലിഞ്ഞ് നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് ആൾ കാണും. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവമാണ്. ഞാനിത് പൊള്ളോ ഞാനില്ലാത്ത പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിക്കുക ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ്. എനിക്ക് ഉണ്ടായൊരു അനുഭവം. ഞാൻ കുറേ ആയിട്ട് എല്ലാവർക്കും ഇത് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ വിശ്വസിച്ച് കാണും നിങ്ങൾ സ്ഥിരം അത് രാവിലെയും വൈകിട്ടും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിഞ്ഞാണ്ട് പല പല ടെൻഷനുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് പല ഐറ്റത്തിലുള്ള ടെൻഷനും ഉണ്ടാവും. ഒന്നും രണ്ടൊന്നല്ല. എനിക്ക് തന്ന മയക്കാവില്ല. എൻ്റെ എടുത്ത് നിൽക്കുന്ന ആൾക്ക് വേറെ ടെൻഷനാണ് ഈ കാരണം. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ടെൻഷനെ പോലും എനിക്ക് കാണാൻ കഴിയൂല. അപ്പോൾ 100 കോടി ജനങ്ങൾ തന്നാണെങ്കിൽ 100 കോടി ഓൽക്ക് അവസ്ഥകൾ കുറേ ടെൻഷനും കാര്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ പഠിച്ചവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും എനിക്ക് തന്ന ബുദ്ധിമുട്ടാവില്ല എൻ്റെ അടുത്ത് നിൽക്കണവർക്ക് കൊടുത്തുക്കണ അല്ല. അപ്പോൾ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും അല്ലാതെ മാറ്റി തരാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനമെങ്കിലും കിട്ടുമല്ലോ. അത് ചൊല്ലുന്നതിലൂടെ അതിൻ്റെ പരിഹാരം അള്ളാഹ് കാണിച്ചു തരും. എന്നുവെച്ച് ജോലിക്ക് പോകണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയണത്. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ എന്നാൽ ജോലിക്ക് പോകണ്ടല്ലോ, ഫേസ്ബുക്കിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ജോലിക്ക് പോകണ്ടല്ലോ, ഇത് ചൊല്ലിക്കാണ്ട് ഇരുന്നാൽ മതിയല്ലോ, എന്നാൽ പിന്നെ കുറച്ച് കടമാണ് വാങ്ങി കൂട്ടിക്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചൊല്ലിയാൽ മതിയല്ലോ, കടം വീട്ടുമല്ലോ. അല്ല, അങ്ങനല്ല. നമ്മൾ ജോലിക്കും പോകണം, ഇത് ചെയ്യും വേണം. നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണില്ലേ? ജോലിക്ക് പോയാൽ മതിയല്ലോ, നിസ്കരിച്ചാൽ മതി എന്ന് പറയണ്ടല്ല. നമ്മളെ ഈ ഭാഗത്തുകളും നമുക്ക് ചൊല്ലാൻ പറഞ്ഞ റസൂല് പഠിപ്പിച്ചു തന്ന ദുആകളും സ്വലാത്തും ദിക്റൊക്കെ നമ്മൾ ചെയ്യണം. കയ്യിന് ഫുള്ളായിട്ട് നല്ലപോലെ നടക്കണ വലിയ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഏത് തെറ്റ് ചെയ്യണവനക്കും ഒരു അനുഭവം ഉണ്ടാവും. ഞാൻ തെറ്റ് ചെയ്യണമെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവേ ഒരു മനുഷ്യന്മാരതിൽ പറയണത്. എന്ത് മനുഷ്യന്മാർ പറഞ്ഞാൽ ഓരോരുത്തരെ ഒറ്റ നോട്ടത്തിലാണ്ട് ആ ആളെ പ്രവൃത്തി കണ്ടുകൊണ്ട് ആളെ പുറമോടി കണ്ടാണ്ട് വിലയിരുത്തുന്ന ആൾ ഇങ്ങനത്തെ ആളാണെന്ന്. ആ ആളും അള്ളയും കൂടി എന്താ ബന്ധം എന്നുള്ളത് ഒരു മനുഷ്യൻക്കും അറിയില്ല. ഇപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് ഞാനിങ്ങനെ സംസാരിക്കണമൊക്കെ ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാനും അള്ളയും കൂടി എന്താ ബന്ധം എന്നുള്ളത് എൻ്റെ അടുത്തിരിക്കണം എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയില്ല. അങ്ങനെയാണ്. ഒരാൾക്കും അറിയാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മൂപ്പര് നിസ്കരിക്കണില്ല, അല്ലെങ്കിൽ മൂപ്പര് ഖുർആൻ ഓതുന്നില്ല, നിസ്കരിക്കൂട്ട, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, നിസ്കരിക്കും 5 വക്ത് എടുക്കും. എന്താ പറയുക, നല്ല വിശ്വാസമാണ്, നല്ല ആത്മാർത്ഥതയാണ്. നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ നമ്മൾ അള്ളാൻ്റെക്ക് അടുക്കും. നമുക്ക് കടങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അള്ളാൻ്റെക്ക് അടുക്കൽ. ഇപ്പോൾ ഈ കടങ്ങളും പ്രയാസം വന്നപ്പോൾ ഒന്നും കൂടി അള്ളാഹുടെ അടുത്ത് നല്ല രീതിയിലാണ് പോണത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വിശ്വാസത്തോടെ ചെയ്താലേ നമ്മളെന്ത് കാര്യം റെഡിയാവും. നമ്മൾ ജോലിക്ക് പോകണം. എന്താണ് നമ്മൾ ജോലി അതിന് പോവുക. ജോലി നമുക്ക് ഇതിനായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുക. ഞാൻ ടൈം മാറ്റി വെച്ചിട്ടല്ല, സുബൈൻ്റെ നേരത്തെ ടൈം ഉണ്ടെങ്കിൽ കുട്ടിയെ പൊന്നു മദ്രസക്ക് പോയിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് പൊന്നിനെ പറഞ്ഞയച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചെയ്യലട്ടാ. ചിലപ്പം നമുക്കുണ്ടല്ലോ ഫുൾ ടെൻഷൻ, എന്തെങ്കിലും ചുറ്റുപാട് വരുമ്പോൾ ഒന്നിനും മൂടില്ലാത്ത ദിവസം, അന്നൊന്നും ഞാൻ ഇത് ചൊല്ലൂല. എന്താ വെച്ചാൽ നമുക്ക് മനസ്സിക്ക് അത്രക്കും വിശ്വാസവും നമ്മളെ മൈൻഡ് റിലാക്സ് ആവണം. നമ്മൾ മൈൻഡ് ഇല്ലാത്ത നേരത്തെ നമ്മൾ ഖുർആൻ ഓതാൻ ഒന്നിനും പാടില്ല. നമ്മൾ നല്ല മൈൻഡോടെ ഖുർആൻ ഓതാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ദിക്റായാലും ദിക്റും സ്വലാത്തൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ സംഭവം ചെയ്യുമ്പോൾ നമ്മൾ നല്ല മനസ്സ് വേണം. നല്ല മനസ്സ് പറഞ്ഞാൽ ചീത്ത മനസ്സ് നല്ലോണം ചിന്തിക്കണേ. നമുക്ക് ഫുൾ അയിമക്കുള്ളൊരു നമ്മളെ മാനസികപരമായി നമ്മൾ തളരുന്ന നേരത്തെ നമുക്ക് ഇതൊന്നും നമ്മളെ മനസ്സിലേക്ക് കയറൂല. അപ്പോൾ അല്ലാത്ത നല്ല റിലാക്സായ നേരത്തെ ഇത് ചെയ്യുക. അല്ലാടും ഒന്നും മനസ്സിലില്ലാതെ നമ്മളെ ചിന്ത ഇത് മാത്രം വെച്ചിട്ട് ചെയ്താണ്ടല്ലോ. ഞാൻ ചെയ്തിട്ടുള്ളതാണ് പറയണതായിട്ട്. ഞാൻ ഇപ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോകുക ഒന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതെന്താ വെച്ചാൽ ഞാൻ മുൻകൂറായി പറഞ്ഞാണ്. ഇങ്ങനെ ഓരോരുത്തർ വരും, എന്നാൽ അങ്ങനെ ചെയ്താൽ പോരാ, എങ്ങനെ ചെയ്താൽ പോരാ കേൾക്കുമ്പോൾ വിഷയമല്ല, കുഴപ്പമില്ല. അവർക്ക് വിശ്വാസമില്ലായിട്ടാണ്. അള്ളാഹ് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. വിശ്വാസമുള്ളവർ നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഓതുന്നു. എല്ലാവരും ആ അതുക്കാരെടുക്കുക ഖുർആൻ ഓതുന്നു, റഹ്മാൻ അതും ഇതൊക്കെ സൂറത്താൾ ഓതുന്നു, അതേമേക്ക് അദ്ദാദ് ചൊല്ലണ്, ഒക്കെ ചൊല്ലിക്കാണ്ടാണ് പോകും. പക്ഷേ ഈ സംഭവം ചെയ്യണ ആൾക്കാരുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല, ചെയ്യലില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാർ എൻ്റെ ഫ്രണ്ടുകളോടായിക്കോട്ടെ, എൻ്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് ചെയ്ത് നോക്കോണ്ടിന്ന് പറയുമ്പോൾ ഓൾക്ക് അറിയില്ല. തന്നെ അത് എയിലുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അതുക്കാറ് വാങ്ങുക. 1-2 ഭാഗം, 1-2 കൂടികാനുള്ള ഭാഗമുണ്ട്, അത് വാങ്ങുക. അതിൽ ഈ സംഭവം ഉണ്ട്. അതിൽ ഇത് മാത്രമല്ല, ഒരുപാട് ചൊല്ലാനുള്ളതുണ്ട്.
ഞാൻ ചിലപ്പോൾ എൻ്റെ ഓരോ സംഭവത്തിനും ചിലപ്പോൾ കുട്ടിക്കൊക്കെ പനി അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നോക്കും ഷിഫാവിൻ്റെ ആയത്തെന്ന് പറയും. അപ്പോൾ അതുണ്ട്, അതും ഞാൻ ചൊല്ലി വെക്കും. അത് ചൊല്ലിക്കാണ്ടൊക്കെ പൊന്നുവിനൊക്കെ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പനി കാണുമ്പോൾ ഞാൻ ചൊല്ലി ഊതി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ കാര്യങ്ങളോട് പറയാൻ വെച്ചിട്ടാണ് വന്നത്, ഈ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അനുഭവമുള്ളത് നിങ്ങൾക്കും കൂടി പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരമല്ല. ഒരുപാട് ആൾക്കാർ, കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും കടങ്ങളും പ്രയാസവും ടെൻഷനുള്ള ആൾക്കാർ നമുക്ക് വന്നാണ് കമൻ്റ് ഇടലുണ്ട്. അപ്പോൾ അവർക്കിതൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പറഞ്ഞാണ്. അല്ലാതെ ഒന്നും വിചാരിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ തങ്ങളാണ് ബീവിയാണെന്ന് പറഞ്ഞാണ് വരരുത്. ഞാൻ തങ്ങളോ ബീവിയല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, നിങ്ങളെപ്പോലത്തെ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ്. വലിയ ഇബാദത്തെടുത്ത് നടക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളെപ്പോലത്തെ ഒരു പച്ചപ്പാവം എന്ന് പറയുന്നത് അള്ളാൻ്റെ ഒരു അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അതിലേക്കും ബായ്.